ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് കോഴിക്കോട് വരെ പോവാണ്. എന്താണെന്ന് വെച്ചാൽ പറയാൻ നേരമില്ല, പോണ വഴിക്ക് ഞാൻ പറയാം കേട്ടോ. ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ്. അപ്പോൾ എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ പോകുന്ന വഴിക്ക് തന്നെ പറയാം. ഇപ്പോൾ സമയമായില്ല, നീ ഞാൻ കൂടുതൽ സസ്പെൻസ് തരാതെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ഇപ്രാവശ്യത്തെ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നടന്ന സർക്കാരിൻ്റെ കയാക്കിംഗ് പ്രോഗ്രാം അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ അവാർഡ് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാകും. അതിന് ശേഷം അവാർഡൊക്കെ മേടിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അതായത് നമ്മുടെ ഇപ്രാവശ്യത്തെ കയാക്കിംഗ് ബെസ്റ്റ് ക്യാമറമാൻ അവാർഡും റഫീഖയ്ക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്രാവശ്യം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതിന് മുന്നത്തെ പ്രാവശ്യം ആൾക്ക് തന്നെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 2ാം സ്ഥാനമായിരുന്നു, ഇപ്രാവശ്യം 1ാം സ്ഥാനം തന്നെയാണ്. ആദ്യത്തെ പ്രാവശ്യവും 1ാം സ്ഥാനം തന്നെയായിരുന്നു. അപ്പോൾ അത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. സന്തോഷം മാത്രമല്ല കേട്ടോ, വൈഫ് എന്ന നിലയിൽ ഞാൻ ഒത്തിരി പ്രൗഡാവുന്നൊരു നിമിഷം കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ കളക്ട്രേറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് അവാർഡ് മേടിക്കുന്നത്. മന്ത്രിയാണ് തരുന്നത്. അപ്പോൾ കൂടെ അവാർഡ് വാങ്ങാനുള്ള ആളുകളും ഒക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിക്കാനുണ്ട്, അതും കൂടെ ഞാൻ കാണിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പം ചുറ്റി കാണാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ചുറ്റി കണ്ടിട്ടുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തരുന്ന കുറച്ച് തുടക്കത്തിലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പം പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയെന്ന് കണ്ട. അപ്പോൾ ഒരു മിഠായിയൊക്കെ കൊടുത്ത് ഫോണൊക്കെ കൊടുത്ത് അവനെ ഞാനങ്ങ് സൈഡാക്കി. കാരണം എന്താ പറയുക, പ്രോഗ്രാം തുടങ്ങാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. അവിടെ ഓൾറെഡി ഒരു ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു അവാർഡ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ 3 പ്രാവശ്യവും ബെസ്റ്റ് ക്യാമറമാൻ അവാർഡ് കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. മികച്ച ക്യാമറമാൻ ശ്രീ റഫീഖ് തോട്ടുമുഖം CTV ആണ്. വിഷ്വൽ മീഡിയയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. വിഷ്വൽ മീഡിയയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സഞ്ജു സജമൻ മീഡിയ 2024 മലബാർ അവാർഡ് ഫെസ്റ്റിവലിലെ മാധ്യമ പുരസ്കാരങ്ങൾ നേടിയവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. പുരസ്കാരം കിട്ടാത്തവരുണ്ട്, അവർ നന്നായി ശ്രമിച്ചിട്ടുണ്ട്, അവർക്കും പ്രത്യേകം അഭിവാദ്യങ്ങൾ. പുറത്തിറങ്ങുന്നതേ ഓർമ്മയുള്ളൂ, പിന്നെ ആളെ കിട്ടാനില്ല കേട്ടോ. അഭിനന്ദനങ്ങളുടെ ജാഗ്രത തന്നെയായിരുന്നു. അവിടുന്ന് ഇവിടുന്ന് ഓരോരുത്തരൊക്കെ ആയിട്ട് വന്നിട്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ സംഭവം ഇതാണ്. നമ്മളിപ്പോൾ TV ആയിരിക്കും, സിനിമകളിലൊക്കെ മിക്കവാറും ഇങ്ങനത്തെ സീൻസ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ലൈവായിട്ട് ഇങ്ങനെ ഒരു സീൻ കിട്ടിയപ്പോൾ അങ്ങ് എടുത്തു. നിങ്ങളെ കൂടെ കാണിക്കാമല്ലോ. എന്താണ് അവാർഡ് ജേതാവിന് പറയാനുള്ളത്? പറയൂ. എന്ത് പറയൂ. സന്തോഷം. പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നോന്ന്? ശരി. റൈനു എന്താ പറയാനുള്ളത്? റൈനു അപ്പൊക്കെ അവാർഡ് കിട്ടിയതിൽ സന്തോഷമുണ്ടോ? അതാ ആനമുട്ടെ, നമുക്കൊരു ആനമുട്ട് പൊളിസായി വാങ്ങി തരാൻ പറയും. അപ്പം അതിനോട് ചിലവായിട്ട് ഓക്കെ. നല്ല കോമഡി. റോഡേ അങ്ങനെ ആവുക പോണം ഊഞ്ഞാലാടുന്നതിന്. നമ്മളെ നെക്സ്റ്റ് പ്ലാൻ എന്താ? ടൗണിലൊന്ന് പോകാം. SM സ്ട്രീറ്റിലോ ബീച്ചിലോ എവിടെയെങ്കിലൊക്കെ പോകാന്നുള്ള പ്ലാനാണ്. നമ്മളിവിടെ റൈനുവിന് ഒരു മരുന്ന് ഏൽപ്പിക്കാൻ വന്നതാട്ടോ. ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ, അധികം അങ്ങനെ എവിടെയും കിട്ടത്തില്ല. അങ്ങോട്ടൊരു മരുന്ന് അവളെ മുഖത്തിങ്ങനെ ഒരു പാലുണ്ണി ടൈപ്പ് ഒരു സാധനം വന്നിട്ട് കുട്ടിക്കതിനെ ഏൽപ്പിക്കണം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അത് കിട്ടത്തുള്ളൂ. എത്ര അങ്ങോട്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മളിപ്പോൾ കൊടുത്തിട്ട് പോയാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആവുമല്ലോ, തിരിച്ചു വരുമ്പോഴത്തേക്ക് അപ്പം കൊടുക്കാമെന്ന് വിചാരിച്ചു. പാമ്പോട്ട് പാമ്പ്
വലിയ പമ്പ്. കുറേ കാലമായിരുന്നു SM സ്ട്രീറ്റിലൊന്ന് പോയിട്ട്. അവിടെ ഒന്ന് പോയി. പിന്നെ അതിനകത്ത് വെച്ചിട്ട് തന്നെ ഒരു ഹോട്ടലുണ്ട്, നല്ലൊരു ഹോട്ടലാന്ന് പറഞ്ഞിട്ട്, ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ. അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ച് മുട്ടായി തെരുവ് കൂടി ഒന്ന് കറങ്ങി. പിന്നെ ജൂഡിയോയിലൊന്ന് പോയിട്ടോ. പൊന്നോ, പണ്ടത്തെ പോലെ നല്ല, കുറച്ച് ഭയങ്കര റേറ്റ് കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിലേറെ നല്ല നമ്മൾ മാക്സ് ട്രെൻഡൊക്കെ തന്നെയായിരിക്കും. ഇപ്പം നല്ല റേറ്റ് കൂടിയിട്ടുണ്ട്, നല്ല തിരക്കും ഉണ്ട് കേട്ടോ. ഇതാക്ക് കഴിഞ്ഞ് നമ്മളത് തിരിച്ചു പോരുകയാണ്. റെയിനിൻ്റെ മരുന്ന് കൂടെ വാങ്ങിച്ചിട്ട്. റെയിനിൻ്റെ മരുന്ന് അയക്കാണെന്നാണ് ഒരു പ്രതീക്ഷ. അതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോകും. പിന്നെ ഞാനൊരു വാച്ച് മേടിച്ചു. ഒന്ന് ബീച്ചിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ എനിക്ക് പെട്ടെന്നൊരു തലകറക്കവും കാര്യങ്ങളൊക്കെ വയ്യാണ്ടായി. നേരെ തിരിച്ചു പോന്നു. കൂടുതലായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം ഉറങ്ങിയൊക്കെ ചെയ്ത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ സന്തോഷവും നിങ്ങളായിട്ടൊന്ന് പങ്കുവച്ചതാണ്. ഇഷ്ടമായാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.